മിഡ് നൈറ്റ് ഹാമർ എന്ന പേരിൽ തരിപ്പണമാക്കിയത്. എന്താണ് ഈ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ? ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്നുള്ളത് ഈ അമേരിക്കൻ ആക്രമണത്തിന് ഇറാന് നേരെയുള്ള ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാനുള്ള സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. ഈ മിഡ് നൈറ്റ് ഹാമറിനെ നമുക്ക് അർദ്ധരാത്രി ചുറ്റിക എന്നൊക്കെ പറഞ്ഞ് മലയാളത്തിൽ വേണമെങ്കിൽ തർജ്ജമ ചെയ്യാം. പക്ഷേ അതല്ല, അതിൻ്റെ പുറകിൽ മറ്റെന്തോ ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ സാധാരണ ചുറ്റിക കൊണ്ട് തലക്കടിക്കുക എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ടല്ലോ, ഈ റിപ്പർമാരൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇനി ഇറാൻ്റെ തലക്കടിക്കുക എന്നുള്ളതാണ് അമേരിക്ക ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് അതിനകത്തൊരു സൂചനയുണ്ട്. കാരണം ഇറാൻ്റെ ഈ ആണവ പരീക്ഷണങ്ങളും ആണവായുധം നിർമ്മിക്കാനുള്ള ഇറാൻ്റെ പദ്ധതികളെയും തകർക്കുക, അത് ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് അമേരിക്കയുടെ ഉദ്ദേശവും ലക്ഷ്യവും. അത് ഇസ്രയേലും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ടും ആദ്യഘട്ടത്തിൽ ഇസ്രയേൽ ആക്രമണം നടത്തി ഏതാനും ദിവസങ്ങൾ, ഏതാണ്ട് കൃത്യമായിട്ട് പറയണമെങ്കിൽ ഒരു 4-5 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അമേരിക്കയും അതുപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമറിൻ്റെ ശരിയായൊരു സ്വരൂപം ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. 7 സ്റ്റെൽത്ത് B-2 ബോംബറുകളാണ് അമേരിക്ക ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. 7 വിമാനങ്ങളാണ്, പോർവിമാനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ 7 വിമാനങ്ങൾ ഈ 7 പോർവിമാനങ്ങളിലൂടെ 14 ബങ്കർ ബസ്റ്റർ ബോംബുകൾ വർഷിച്ചു. അതുപോലെ തന്നെ 2 ഡസനിലധികം ടോമാഹാക്ക് മിസൈലുകൾ അയച്ചു. 125 വിമാനങ്ങളാണ് ആകെ ഇതിന് ഉപയോഗിച്ചത്. ആലോചിച്ച് നോക്കണം, അമേരിക്ക ഈ അടുത്ത കാലത്തെങ്ങും സമാനമായ ഒരു നീക്കം, ഒരു സൈനിക നടപടി നടത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നു 2001 സെപ്റ്റംബർ ആ സംഭവം ഉണ്ടല്ലോ, അതിനുശേഷം അന്ന് അമേരിക്ക ഈ അഫ്ഗാന് നേരെ നടത്തിയ, ഈ താലിബാന് നേരെ നടത്തിയ ആക്രമണങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒസാമ ബിൻ ലാദനെ പിടികൂടാൻ വേണ്ടി നടത്തിയ നീക്കങ്ങളുണ്ട്. അവിടെയെല്ലാം ഇത്രയും കനത്ത ഒരു നീക്കം അല്ലെങ്കിൽ ഒരു കടുത്ത നീക്കം, ഈ പറഞ്ഞതുപോലെ 125 വിമാനങ്ങൾ ഉപയോഗിക്കുക, 7 സ്റ്റെൽത്ത് B-2 ബോംബർ വിമാനങ്ങൾ ഉപയോഗിക്കുക, 1 ഡസനിലധികം 2 ഡസനിലധികം ടോമാഹാക്ക് മിസൈലുകൾ ഉപയോഗിക്കുക, 14 ബങ്കർ ബസ്റ്റർ ബോംബുകൾ വർഷിക്കുക. ഇത് ചെറിയ കാര്യമല്ല. അമേരിക്ക വാസ്തവത്തിൽ കനത്ത ആക്രമണമാണ് ഇറാനിൽ നടത്തിയിരിക്കുന്നത്. ഇറാൻ്റെ നടുവൊടിക്കുന്ന നീക്കമാണ് സത്യത്തിൽ അമേരിക്ക ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, നതാൻസ്, ഇസ്ഹാൻ, ഫോർദോ തുടങ്ങിയ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയത്. എന്തായാലും ഇപ്പോൾ ഇത് സംബന്ധിച്ച് വൈറ്റ് ഹൗസിൽ വെച്ച് ജോയിൻറ്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ ആണ് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അമേരിക്കയുടെ വൈറ്റ് ഹൗസിൽ വെച്ച്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഈ ഫോർദോ, നതാൻസ്, അതുപോലെ തന്നെ ഇസ്ഹാൻ, ഈ ഫോർദോയിലും നതാൻസിലും ഏതാണ്ട് 30,000 പൗണ്ട് വരുന്ന 1 ഡസനിലധികം മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ ബോംബുകൾ ആണ് വർഷിച്ചത്. അതായത് ഈ തുളഞ്ഞു കയറുന്ന ബങ്കറുകൾക്കുള്ളിലേക്ക് പോലും കടന്നു ചെന്ന് സർവനാശം വരുത്തുന്ന പെനട്രേറ്റിംഗ് ബോംബുകളാണ് വർഷിച്ചിരിക്കുന്നത്. അത് മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ ബോംബുകളെന്നാണ് അതിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം നൽകുന്ന വിശദീകരണമാണ്. അതുപോലെ തന്നെ ഇസ്ഹാനിൽ ടോമാഹോക്ക് മിസൈലുകളാണ് വർഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇസ്ഹാൻ തകർക്കാനായിട്ട് മിസൈലുകളും, ഈ ഫോർദോയും അതുപോലെ തന്നെ നതാൻസും തകർക്കാനായിട്ട് ബോംബറുകൾ, ഈ ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഉപയോഗിച്ചത്. അവര് ലക്ഷ്യമിട്ടത് ഫോർദോയാണെന്ന് തോന്നുന്നു. അല്ല, ഈ 3 കേന്ദ്രങ്ങളും വളരെ കൃത്യമായിട്ട് അവർ ലക്ഷ്യമിട്ടു. ഈ 3 കേന്ദ്രങ്ങളിലും യുറേനിയം സമ്പുഷ്ടീകരണം വളരെ രഹസ്യമായിട്ട് ഇറാൻ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ്, അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് 2018 ഈ ഇറാനുമായിട്ടുണ്ടായിരുന്ന ആണവ കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായിട്ട് പിന്മാറുകയായിരുന്നു. 2019 മുതൽ അവർ പരസ്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ഇറാൻ ഈ ആണവ കരാറിൽ ഏർപ്പെട്ടതിന് ശേഷം, അതായത് ആണവ ഊർജം
സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഇപ്പം ഇന്ത്യയും ഈ ഇത്തരം കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട് പല രാജ്യങ്ങളുമായിട്ടും. അവിടെയൊക്കെ നമ്മുടെ പ്രഖ്യാപിത നയം തന്നെ ഒരിക്കലും ആണവായുധം ആദ്യം ഉപയോഗിക്കില്ല എന്നാണ്. ഇന്ത്യ ഒരു ആണവ ശക്തിയാണ്. സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഊർജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആണവ ഊർജം സ്വീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ സത്യമാണ്, എല്ലാവർക്കും അറിയാം. അതിനൊക്കെയുള്ള ഓഡിറ്റും കാര്യങ്ങളും എല്ലാം വളരെ കൃത്യമായിട്ട് UN മുന്നോട്ട് വച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഈ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾക്കും ഒക്കെ വിധേയമായിട്ട് നമ്മളും ചൈനയും ഒക്കെ ഇത് ചെയ്യുന്നുണ്ട്. റഷ്യയും അമേരിക്കയും എല്ലാ രാജ്യങ്ങളും പരസ്പരം ഒരു കരാറിൽ ഏർപ്പെടുകയാണല്ലോ. പക്ഷേ ഇറാൻ ഈ കാര്യത്തിൽ വലിയ ഒരു എന്താ പറയുക, വാക്ക് തെറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ഇറാൻ ആണവ കരാറിൽ ഏർപ്പെടുകയും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്തു എന്നാണ് അമേരിക്കയുടെ ആരോപണം. അതുകൊണ്ടാണ് 2018 ഏകപക്ഷീയമായിട്ട് അമേരിക്ക ഈ കരാറിൽ നിന്ന്, ഈ ഇറാനുമായിട്ടുണ്ടായ ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറിയത്. അങ്ങനെ അമേരിക്ക പിന്മാറിയത് കൊണ്ട് 2019 മുതൽ അവർ പരസ്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഇതാണ് ഈ മേഖലയിലെ സംഘർഷം വളർത്തിയത്. ഈ ഒരു സംഭവം തന്നെയാണ് എന്ന് നമുക്ക് പറയാം. എന്തായാലും ആ യുറേനിയം സമ്പുഷ്ടീകരണം 83% എത്തി നിൽക്കുന്നു എന്നാണ് ഒടുവിലത്തെ കണക്കുകൾ. ഇത് അമേരിക്കയെ ചെറുതായിട്ടൊന്നും അല്ല വിരളി പിടിപ്പിച്ചത്. അമേരിക്കയ്ക്കും ഇസ്രയേലിനും അത് വലിയ ഭീഷണി തന്നെയാണ്. അതുകൊണ്ടാണ് അവർ വളരെ കൃത്യമായിട്ട് ഈ അപ്രതീക്ഷിതം എന്ന് നമുക്ക് തോന്നാവുന്ന, എന്നാൽ വലിയ മുന്നൊരുക്കങ്ങളോടുകൂടി മാസങ്ങൾ നീണ്ട മുന്നൊരുക്കങ്ങൾക്ക് ശേഷം ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വൈറ്റ് ഹൗസിൽ നിന്ന് ഈ ജോയിൻറ്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ ഗെയിൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഞങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിന് തയ്യാറെടുത്തിരുന്നു. പക്ഷെ പ്രസിഡൻറ്റിൻ്റെ അനുമതി ഇതിന് വേണമായിരുന്നു. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഞങ്ങൾക്ക് അനുമതി നൽകി. ഞങ്ങൾ ഈ ആക്രമണം ഭംഗിയായിട്ട് ഞങ്ങൾ ആക്രമിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അത് ഈ ഏറ്റവും ദൈർഘ്യമേറിയ ആക്രമണമാണ് അമേരിക്ക നടത്തിയത്. ഈ B2 ദൗത്യം, അതായത് രാവിലെ 6:40 ആരംഭിച്ച് 7:05 25 മിനിറ്റ് നീണ്ടു നിന്ന ആക്രമണമാണ് ഈ 3 ആണവ കേന്ദ്രങ്ങളിലേക്ക് നടത്തിയത്. പക്ഷേ അതിനുവേണ്ടി ഈ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഫൈറ്റർ ജെറ്റുകൾ പറന്നത് 37 മണിക്കൂറാണ് പറന്നത്. മൊത്തം 11,400 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട്, എല്ലാ വിമാനങ്ങളും കൂടെ ചേർത്ത്. ഇത് ഈ പറഞ്ഞതുപോലെ എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇറാൻ്റെ ആണവ പദ്ധതിയെ ഞങ്ങൾ തകർത്തു. അത് ഇദ്ദേഹം മാത്രമല്ല, US-ൻ്റെ പ്രതിരോധ സെക്രട്ടറി ഉണ്ട്, പീറ്റ് ഹെക്സെറ്റ്, അദ്ദേഹവും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇറാൻ്റെ ആണവ പദ്ധതിയെ ഞങ്ങൾ തകർത്തു, അതായത് ഞങ്ങളുടെ ലക്ഷ്യം സാധിച്ചു. ഇനി ഇറാൻ തിരിച്ചടിച്ചാൽ അതിന് കനത്ത വില നൽകേണ്ടി വരും. അത് ട്രംപും പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അത് ചെയ്തു. ഇനി ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിച്ച്, അതിൻ്റെ അർത്ഥം ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് നമുക്ക് എല്ലാം നിർത്താം. പക്ഷേ ഇറാൻ തിരിച്ചടിച്ചാൽ അതിന് കനത്ത വില നൽകേണ്ടി വരും എന്ന് ട്രംപ് ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ ഇസ്രയേലും അമേരിക്കയും കൂടി ചേർന്നുള്ള ഒരാക്രമണമാണ്. തീർച്ചയായിട്ടും ഇസ്രയേലിനെ ആക്രമിച്ചാലും അതിന് ഇറാൻ മറുപടി പറയേണ്ടി വരും എന്നാണ് അമേരിക്കയുടെ നിലപാട്. അപ്പോൾ അമേരിക്കയുടെ വ്യോമത്താവളങ്ങളും സൈനിക താവളങ്ങളും എല്ലാം ഈ മധ്യേഷ്യയിലുണ്ട്, മിഡിൽ ഈസ്റ്റിലുണ്ട്. അതിൽ തന്നെ 19 താവളങ്ങളുള്ളതിൽ 9 എണ്ണം സ്ഥിരം താവളങ്ങളാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിനെ ആക്രമിക്കുക. ഏതാണ്ട് 40,000-ത്തിലധികം US ഭടന്മാർ മധ്യേഷ്യയിൽ ഉണ്ട് എന്നാണ് ലഭിക്കുന്ന ഒരു വിവരം. അപ്പോൾ ഇതിൽ എന്തെങ്കിലും തരത്തിൽ ആക്രമണം നടത്തിയാൽ ഇറാൻ അതിന് കനത്ത വില നൽകേണ്ടി വരും എന്നാണ് അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നത്. അതുപോലെ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് അതവർ സാധിച്ചു. ആ സാധിച്ചതിൻ്റെ ഫലമായിട്ട് ഇനിയൊരു ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പെട്ടെന്നുണ്ടാകില്ല, പ്രകോപനം കൂടാതെ ഉണ്ടാകില്ല എന്ന് വ്യക്തമാണ്. ഇപ്പോൾ ആക്രമണം നടന്ന് 24 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇറാൻ ഇപ്പോഴും ഈ കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി അമേരിക്ക നമ്മുടെ ഈ രാജ്യത്ത്, എന്തൊക്കെ കുഴപ്പങ്ങൾ, എന്തൊക്കെ നാശങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഇറാൻ ഇതുവരെ ഒരക്ഷരവും മിണ്ടിയിട്ടില്ല. പക്ഷേ ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നു. ഈ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കപ്പെട്ടതിൻ്റെ, ഈ ആണവ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ
വ്യാപകമായി നാശനഷ്ടങ്ങൾക്ക് ഇരയായതിൻ്റെ ഒക്കെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഇറാൻ തിരിച്ചടിക്കുമോ ഇല്ലയോ എന്നിങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ലോകം. ഇറാന് ഈ ആക്രമണത്തെ അപലപിച്ച് റഷ്യയും ചൈനയും രംഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാന് മറ്റു പല കോണുകളിൽ നിന്നും പിന്തുണയും സഹായവും ലഭിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടെയാണ് അമേരിക്കയും ഇസ്രയേലും ഈ വിഷയത്തിൽ ഇറാന് നേരെ അവരുടെ ആ ജാഗ്രത, ആ നിരീക്ഷണം വളരെ ശക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇറാൻ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമറിന് നേരെ ഇറാൻ എന്ത് പ്രതിരോധം അവിടുത്തെ ഇറാൻ്റെ പ്രതിരോധം മുഴുവനും പാളിയിരുന്നു. ഇനി എന്താണ് ഇറാൻ ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.